ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 41 റിവ്യൂ. കഴിഞ്ഞ ദിവസം ലക്ഷ്മി ഉണ്ടാക്കിയ ഇഷ്യൂ എല്ലാവർക്കും മനസ്സിലായി. അതൊരു കള്ള ഇഷ്യൂ ആണെന്നും വെറുതെ ആവശ്യമില്ലാതെ കണ്ടന്റ് ഉണ്ടാക്കുകയാണ് ചെയ്തതെന്നും അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായി. എന്താണ് സംഭവിച്ചതെന്ന് രണയുടെ ചോദ്യത്തിന് കൃത്യമായി ഓരോരുത്തരും മറുപടി പറയുന്നുണ്ട്. വീഴാൻ പോയപ്പോൾ ഓണിയിൽ വീഴാതെ പിടിച്ചതാണെന്നും ഒരു കണ്ടന്റായിട്ട് എടുക്കേണ്ട യാതൊരു കാര്യവുമില്ലെന്നും പറയുന്നുണ്ട്. അവിടെയുള്ളവർക്കെല്ലാം ഓരോ ഡെമോൺസ്ട്രേഷൻ ചെയ്യാതെ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഇതിനെപ്പറ്റി അവർ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നുണ്ട്, നോറയും ജിസൈലും തമ്മിൽ. കൺഫെഷൻ റൂമിൽ വെച്ച് ഓണിയിൽ പറയുന്ന 42 വർഷമായിട്ട് ഒരു പേരുദോഷം പോലും കേൾപ്പിക്കാത്ത ആളാണ്. എന്നെയാണ് ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ലാലേട്ടനെ കൊണ്ട് ഇത് ചോദിപ്പിക്കണമെന്ന് ബിഗ് ബോസിനോട് ഓണിയൽ. എന്നിട്ട് ഓണിയൽ അവിടെ ഇരുന്ന് കരയുന്നൊക്കെയുണ്ട്. ലക്ഷ്മി ശരിക്കും ആവശ്യമില്ലാതെ ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ് ചെയ്തത്. സ്വന്തം പ്രശ്നമാണ് അല്ലതാനും. ഏതായാലും പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട് ആരുടെ ഭാഗത്താണ് പ്രശ്നമെന്ന്. അതേതായാലും നല്ല കാര്യം. ഹൗസിൽ നടക്കുന്ന പ്രധാന കണ്ടന്റുകൾ ഇതൊക്കെയാണ്: സദാചാരം, ക്യാരറ്റ് മോഷണം, തക്കാളി മോഷണം, അത് തിന്നു, ഇത് തിന്നു, അതെടുത്തു, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. അടുത്ത ക്യാപ്റ്റൻസി നോമിനേഷനാണ്. റിംഗ് മാസ്റ്ററായ അനീഷിനെ തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മൃഗങ്ങളിൽ ഒരാളെ തെരഞ്ഞെടുക്കാം. രണയെയാണ് അനീഷ് തെരഞ്ഞെടുത്തത്. രണ നന്നായിട്ട് പെർഫോമൻസ് ചെയ്തിരുന്നു. ഫാക്ടറി ടാസ്കിൽ നൂറയ്ക്ക് ഒരാളെ തെരഞ്ഞെടുക്കാം. നൂറ ഓണിയലെ ആണ് തെരഞ്ഞെടുത്തത്. കാരണം ഓണിയലിന്റെ ബുദ്ധിയാണ് ഫാക്ടറി ടാസ്കിൽ നൂറയൊക്കെ പരാജയപ്പെട്ടത്. അടുത്ത സാധാരണയുള്ള ക്യാപ്റ്റൻ നോമിനേഷൻ. പേഴ്സണിന്റെ കാര്യത്തിൽ നല്ല പെർഫെക്റ്റ് ആയതുകൊണ്ട് അനീഷിനെയാണ് അഭിലാഷ് തെരഞ്ഞെടുത്തത്. റിവിൻ നോമിനേഷൻ ചെയ്ത് ഷാനവാസിനെയാണ്. കാരണം ഷാനവാസ് 1-2 പേരെ ഭയങ്കര കെയർ ആയിട്ട് നോക്കുന്നു, അതുപോലെ ബാക്കി എല്ലാവരും നോക്കണമെന്നൊക്കെ കരുതുന്നു. ഇതേ റീസൺ തന്നെയാണ് ലക്ഷ്മിയും പറഞ്ഞ ഷാനവാസിന്. മസ്താനി പ്രവീണിനെ പറഞ്ഞു കിച്ചന് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു എന്ന് മസ്താനി. നിവിനാകട്ടെ അനീഷിനെ വന്നപ്പോൾ മുതൽ എല്ലാവരും അസിസ്റ്റന്റ് ക്യാപ്റ്റനായിട്ട് പ്രവർത്തിക്കുന്ന അനീഷാണെന്ന് പറഞ്ഞിട്ട്. സാബുമാൻ പ്രവീണിനെയാണ് പറഞ്ഞത് കിച്ചന്റെ കാര്യത്തിൽ. നല്ല മനുഷ്യനാണ്, നല്ല ഹ്യൂമാനിറ്റി ഉള്ള ആളാണ്, കിച്ചൻ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നു, പാവമാണ് എന്നൊക്കെ പറഞ്ഞ് ഒണിയില്, ജിസയില്, ആര്യന്, ഷാനവാസ്, രന, ആദില് എന്നിവർ ജിഷിനെ പറഞ്ഞു. തൊപ്പി ടാസ്കിൽ നന്നായി പെർഫോം ചെയ്തതുകൊണ്ട് ബിന്നി നൂറയെ പറഞ്ഞു ഒരു ലേഡി ക്യാപ്റ്റൻ ഇവിടെ വരട്ടെ എന്ന്. ആണുങ്ങളെ വെറുപ്പായതുകൊണ്ട് ലക്ഷ്മി ക്യാപ്റ്റനാകട്ടെ എന്ന്. ലക്ഷ്മി ക്യാപ്റ്റനായ ആണുങ്ങളുടെ വെറുപ്പ് പതുക്കെ മാറുമെന്ന് അക്ബർ. ഏറ്റവും വോട്ട് നേടിയ ജിഷിനും രണ ഫാത്തിമയും ഓനയിലുമാണ് ഇത്തവണ ക്യാപ്റ്റൻസി ടാസ്കിൽ. അടുത്തത് പണിപ്പുര ടാസ്കാണ്. സർക്കസിലെ ആളുകൾക്ക് കിട്ടിയ കോയിന്റെ അടിസ്ഥാനത്തിലാണ് പണിപ്പുര ടാസ്കിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ സാധിക്കുക. 20 കോയിനാണ് അവർക്ക് കിട്ടിയത്. അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. 1 കിലോ ചിക്കൻ, അങ്ങനെ 1-2 സാധനങ്ങൾ. 3 മിനിറ്റ് സമയമുണ്ടായിരുന്നു ഇത്തവണ. തനിക്ക് എല്ലാവരും 1 കോയിൻ മാത്രമേ തന്നുള്ളൂ, അതുകൊണ്ട് എല്ലാവർക്കും ഒരു പണി കൊടുക്കുമെന്ന രീതിയിൽ നിവിൻ ഇറങ്ങിയില്ല. അവസാനം 2-3 സെക്കൻഡിനുള്ളിലാണ് നിവിൻ പുറത്തിറങ്ങിയത്. ജിസൈൻ നിവിനെ വലിച്ച് പുറത്താക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഷാനവാസ് തനിക്ക് കിട്ടിയ കോയിനുകളിൽ 4 കൊടുക്കാത്തതുകൊണ്ടും മസ്താനിയും ഒണിയിലും ഒക്കെ കൊടുക്കാത്തതുകൊണ്ടാണ് ലക്ഷറി പോയിന്റ് കുറഞ്ഞു പോയതെന്ന് പറഞ്ഞ് ആര്യൻ. അതുകൊണ്ട് ഈ കിട്ടിയ ഫുഡ് അവർക്ക് കൊടുക്കണ്ട എന്ന് ആര്യൻ. അവർ കൊടുക്കാത്ത ആ കോയിനുകളിൽ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയിരുന്നെങ്കിൽ അവർ തങ്ങൾക്ക് ഷെയർ ചെയ്യുമോ എന്ന് ആര്യൻ. പക്ഷെ എല്ലാവരും അതിനെ എതിർത്തു. അനുമോളും നൂറയൊക്കെ. അടുത്ത ജയിൽ നോമിനേഷൻ ആയിരുന്നു. ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് ലക്ഷ്മിയാണ്. കഴിഞ്ഞ ദിവസത്തെ പ്രശ്നമാണ് മെയിൻ കാരണം. പിന്നെ ആക്റ്റീവ് അല്ല. 12 വോട്ടുകൾ നേടി ലക്ഷ്മി. അടുത്തത് 8 വോട്ടുകൾ നേടി ജിസൈൽ. ബാത്റൂം ഡ്യൂട്ടിയിൽ ക്യാപ്റ്റൻ എന്ന രീതിയിൽ ജിസൈൽ വലിയ പരാജയമായിരുന്നുവെന്നും അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ ഉയർത്തിയത് കിച്ചണിൽ ആയിരുന്നുവെന്നും ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാരണങ്ങളാലാണ് ജിസൈലിനെ ജയിൽ നോമിനേഷനിൽ ഇട്ടത്. അക്ബറും ഇത്തവണ ജിസൈലിനെതിരെ നോമിനേഷൻ ചെയ്തു. ഇത് ജിസൈലിന് വളരെ വിഷമമായി. ചപ്പാത്തി ഞാൻ തന്നില്ല, എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്യണോ എന്ന് ജിസൈൽ. അക്ബർ ജിസൈലിന്റെ പുറകെ അനുനയിപ്പിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല എന്നൊക്കെ പറഞ്ഞ് പുറകെ നടന്നു. ഫസ്റ്റ് എന്തിന് എന്റെ പേര് പറഞ്ഞത്, ലക്ഷ്മിയുടെ പേര് പറഞ്ഞാൽ പോരെ, അയ്യോ സോറി എന്നൊക്കെ. ജിസൈലിന്റെ പുറകെ ഇതുപോലെ നടക്കുന്ന അക്ബറിന്റെ ഗെയിമിനെ വളരെ ബാധിക്കുമെന്ന് ഉറപ്പാണ്. അക്ബർ ഈ ഗെയിം ഇനി മാറ്റി പിടിച്ചേ മതിയാകൂ. ജയിൽ നോമിനേഷനിടയ്ക്ക് ആര്യൻ ജിസൈന് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി ഞാനും ബിന്നിയും അക്ബറും ഒക്കെ പ്ലാൻ ചെയ്താണ് നോമിനേഷനിൽ ജിസൈനെ കൊണ്ട് ഇട്ടതെന്ന്. ആര്യന്റെ ഈ കള്ളം ശരിക്കും ബാധിച്ചു അക്ബറിനെ. ഇത്തവണ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിലും നേരത്തെയൊക്കെ അവരങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് നോമിനേഷനിൽ പലരും ഇട്ടത്. അവിടെ വെച്ച് അക്ബർ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് അക്ബർ. അതിനുശേഷം ആര്യനോട് നീ എന്താ അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെയും വന്ന് ചോദിക്കുന്നുണ്ട് എന്താ ഇങ്ങനെ കള്ളം പറഞ്ഞതെന്ന്. മറ്റാരെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിൽ അക്ബർ ഇതുപോലെ പെരുമാറുമായിരുന്നു. ഏതായാലും അക്ബറിന്റെ ഗെയിം ഇത് ഡൗൺ ആക്കുകയുള്ളൂ. ജയിലിൽ പോയ ലക്ഷ്മിക്കും ജിസൈലിനുള്ള പണി കളിമൺ കൊണ്ടും ഹൗസിലുള്ളവരുടെ രൂപങ്ങൾ ഉണ്ടാക്കുക എന്നതായിരുന്നു. അതിനിടയ്ക്ക് ജയിലിന്റെ അടുത്ത് കിടക്കുകയായിരുന്ന ആദിലയോട് നൂറയും അനുമോൾ പാത്രം കഴുകാൻ ആവശ്യപ്പെടുന്നു. ആദില പാത്രം കഴുകാത്തതിനാൽ ഉറങ്ങിക്കിടക്കുന്ന അനീഷിനെ വിളിച്ചു കൊണ്ടുവന്ന് അനുമോളും നൂറയും. ആദിലോട് എഴുന്നേറ്റ് പോയി പാത്രം കഴുകാൻ അനീഷ് പറയുന്നു. അവിടെ അപ്പോൾ മോശമായ രീതിയിലാണ് അനീഷിനോട് ബിഹേവ് ചെയ്യുന്ന ആദില. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും പല പ്രാവശ്യം വന്ന് അനീഷ് വിളിച്ചിട്ടും ആദില പോകുന്നുണ്ടായിരുന്നില്ല. അനീഷ് വിളിച്ചു കഴിഞ്ഞാൽ താൻ വരില്ല എന്നും തനിക്ക് തോന്നുമ്പോൾ കഴുകൂ എന്നും ആദില പറയുന്നുണ്ടായിരുന്നു. ആദിലയ്ക്ക് അറിയിപ്പോൾ നൂറയും അനുമോളാണ് ഇപ്പോൾ വിളിച്ചുകൊണ്ട് വന്നതെന്നും. എന്നാലും അനീഷിനോട് കയർത്ത് സംസാരിക്കുന്നു ആദില. ആദില തന്നെ കഴുകണം, ഞങ്ങൾ കഴുകിയെന്ന് അനുമോളാണ് ഇപ്പോൾ വിളിച്ചോണ്ട് വന്നത്.
എന്നിട്ട് പറയണ കേട്ടില്ലേ, ആര് കഴുകിയാലും ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ചെയ്യേണ്ട ആൾ തന്നെ ചെയ്യണമെന്ന അനീഷ്. പിന്നീട് ഉറങ്ങിക്കിടക്കുന്ന അനീഷിനെയും അനുമോളെയൊക്കെ ശല്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ആദില. കട്ടിലിൽ കിടക്കുന്ന ബെഡ്ഷീറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിച്ചിടുന്നു. നൂറുമായിട്ട് വഴക്കിടുന്നു. നൂറ പറയുന്നു ഇത് ശരിയല്ല, ഇങ്ങനെ ബിഹേവ് ചെയ്യരുതെന്ന്. 10 ദിവസം കൊണ്ട് കൊടുക്കേണ്ട കോണ്ടന്റ് ഒറ്റ ദിവസം കൊണ്ട് കൊടുക്കല്ലേ എന്ന് നൂറ. അതിലൊക്കെ ശരിക്കും എക്സ്പോസ് ആയി വരുന്നുണ്ട്. ആദ്യമേയൊക്കെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്ത് പ്രേക്ഷകരെ ഇഷ്ടം നേടി. ഇപ്പൊ പതൊക്കെ വെറുപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അനീഷിനെതിരെ പല രീതിയിൽ അവർ ബുള്ളിങ് നടത്തുന്നുണ്ട്. തിരിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല, അവരൊട്ടും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അഹങ്കാരത്തിനാണെങ്കിൽ ഒരു കുറവുമില്ല അവർക്ക്. അതിൽ ഇതുവരെ നല്ലൊരു ഗെയിം കൂടി കളിച്ചിട്ടില്ല. നൂറയായിട്ട് ഇടയ്ക്ക് ക്യാമറ സ്പേസിൽ വന്നിരുന്ന കുറെ ചർച്ചകൾ ചെയ്യുന്നതല്ലാതെ മറ്റെന്താണ് അതിൽ ചെയ്തിട്ടുള്ളത്? 2 ആഴ്ചയായിട്ട് നൂറ അല്ലാതെയും ഗെയിമിലും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. അതിലാകട്ടെ ഫാക്ടറി ടാസ്കിലാകട്ടെ അതില് നൂറയുടെ വെറും നിഴലാകുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. കുറെ ചെരുപ്പുണ്ടാക്കിയത് എന്നല്ലാതെ ഒരു ഗെയിം അവിടെ കളിച്ചില്ല. നൂറയാകട്ടെ വെറും മണ്ടത്തരങ്ങൾ മാത്രം. പിന്നെ കുറെ സംസാരിക്കും, വലിയ ആളാണെന്നുള്ള രീതിയിലുള്ള പെരുമാറ്റം. നൂറയുടെ നിഷ്കളങ്കത ചിരിയിൽ മാത്രമേ ഉള്ളൂ. ഉള്ളിൽ വ്യക്തിവിരോധം വെച്ചാണ് നൂറ പലപ്പോഴും പെരുമാറുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ.